വളർച്ചയുടെ പല കാലഘട്ടങ്ങളാണ് ഒരു 25 വയസ്സുവരെ. അതുവരെ തോന്നുന്ന പ്രണയങ്ങളും പാളിച്ചകളുമൊക്കെ എല്ലാ മനുഷ്യജീവിതത്തിലും സ്വാഭാവികമാണ്. എന്നാൽ അതിൻ്റെ അതിരുകടന്ന ചില സംഭവങ്ങളുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ചേർത്തലയിലെ പൂച്ചാക്കാലിൽ സംഭവിച്ചത്. ഏറെ പ്രതീക്ഷയോടെ മകളെ രാജസ്ഥാനിലേക്ക് പഠിക്കാൻ വിട്ട അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ച് തകരുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഇത്രയും കാലം സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയ മകളാണ് ഈ ക്രൂരതകൾ ചെയ്തു കൂട്ടിയതെന്ന് അവർക്കിനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. +2 പഠനം കഴിഞ്ഞപ്പോഴാണ് പൂച്ചാക്കലിലെ 18കാരിയെ രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക് പഠിക്കാൻ അയച്ചത്. ഫോറൻസിക് സയൻസിലെ ബിരുദമായിരുന്നു ലക്ഷ്യം. കേരളം വിട്ടുപോകുന്നതിനാൽ മകളെ കാണുവാനും സംസാരിക്കുവാനും മൊബൈൽ ഫോണും വാങ്ങിച്ചു നൽകി. രാജസ്ഥാനിലെ ആ പഠനത്തിനിടെയാണ് സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റാഗ്രാമിൽ എത്തിയ പെൺകുട്ടി 20കാരനുമായി പ്രണയത്തിലാവുന്നത്. ആലപ്പുഴ തകഴിക്കാരനായ തോമസ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്നു. ആ സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നത്. 3 വർഷത്തെ പഠനം കഴിഞ്ഞ് പെൺകുട്ടി തിരിച്ചെത്തിയപ്പോൾ തിരുവനന്തപുരത്ത് ഇന്റേൺഷിപ്പിന് എത്തി. അതോടെ പ്രണയം കൂടുതൽ പൂത്തുലഞ്ഞു. 1.5 വർഷം മുൻപാണ് പെൺകുട്ടി ഇന്റേൺഷിപ്പിനായി തലസ്ഥാനത്തേക്ക് എത്തിയത്. പിന്നാലെ തോമസ് ഔസേപ്പുമായി പലയിടങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുകയും പെൺകുട്ടി ഗർഭിണിയാകുകയും ചെയ്തു. ഗർഭമലസിപ്പിക്കാൻ പല വഴികളും തേടിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു. അതിനിടയിലാണ് പ്രണയം വീട്ടിൽ അറിയിച്ചതും. ഏറെക്കാലത്തെ പോരാട്ടത്തിനൊടുവിൽ വീട്ടുകാരെ സമ്മതിപ്പിച്ച് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. എന്നാൽ ഇതിനിടെ ഗർഭിണിയായ കാര്യം മാത്രം പെൺകുട്ടി വീട്ടിൽ അറിയിച്ചില്ല. തുടർന്ന് അവധിക്ക് വീട്ടിലെത്തിയ പെൺകുട്ടി കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30 പ്രസവിക്കുകയും ചെയ്തു. പ്രസവ വേദനയുടെ ഒരു നേരിയ ശബ്ദം പോലും വീട്ടുകാരെ കേൾപ്പിക്കാതെ എല്ലാം രഹസ്യമാക്കി വെച്ച പെൺകുട്ടി പ്രസവം കഴിഞ്ഞ ഉടൻ കാമുകനെ വിളിച്ചു. കാമുകൻ തോമസിനെ വിളിച്ചു വരുത്തി കുഞ്ഞിനെ കൈമാറുകയും ചെയ്തു. തോമസ് ഔസേപ്പിനോടൊപ്പം സുഹൃത്ത് അശോകുമുണ്ടായിരുന്നു. തുണിയിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിലാക്കിയ കുഞ്ഞിനെ ഇരുവരും ചേർന്ന് കുന്നുമ്മ കൊലനാടി പാടശേഖരത്തിന്റെ പുറംബമ്പറിൽ കുഴിച്ചു മൂടുകയായിരുന്നു. തുടർന്നാണ് പെൺകുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. നിലക്കാത്ത രക്തസ്രാവം ഉണ്ടായതിനു പിന്നാലെ പെൺകുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നത്. പ്രസവത്തെ തുടർന്നുണ്ടായ രക്തസ്രാവമാണ് പെൺകുട്ടിക്കെന്ന് ഡോക്ടർ അറിയിച്ചപ്പോൾ പെൺകുട്ടിയുടെ അമ്മ കുഴഞ്ഞു വീണു. ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്നെത്തിയ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് കുട്ടി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. കുഞ്ഞിനെ ആലപ്പുഴ അമ്മത്തൊട്ടിലിലേക്കാണ് കാമുകൻ ഉപേക്ഷിച്ചതെന്ന് പെൺകുട്ടി അറിയിച്ചത്. തുടർന്ന് അമ്മത്തൊട്ടിലിൽ കുഞ്ഞിൻ എത്തിയിട്ടില്ലെന്നും മനസ്സിലായി. പിന്നാലെ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി. പ്രസവത്തോടെ കുഞ്ഞ് മരിച്ചെന്നും മറവ് ചെയ്യാൻ കാമുകനെ ഏൽപ്പിച്ചെന്നുമായിരുന്നു പെൺകുട്ടിയുടെ മറുപടി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. കുഞ്ഞിനെ കൈമാറുമ്പോൾ അനക്കമില്ലായിരുന്നു എന്നാണ് യുവാവ് മൊഴി നൽകിയത്.